അടുത്തിടയ്ക്കായിട്ട് ഒരു വീഡിയോ കാണാനിടയായി. TV സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്, പുള്ളിക്കാരത്തി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീമാജി നായർ. സീമാജി നായർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കണ്ടു, പീരീഡ്സിനെ കുറിച്ചും പീരീഡ്സ് പെയിനിനെ കുറിച്ചും പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു ക്രിറ്റിസിസം പറയുന്നത് ഞാൻ കേട്ടു. പുള്ളിക്കാരത്തി പറഞ്ഞത് ഇതാണ്: ഓരോ പെൺകുട്ടികൾ പീരീഡ് സമയത്ത് പെയിൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ ധാര കോരുന്നു, പിന്നെ അലറി വിളിക്കുന്നു, പിള്ളേർ വേദന സഹിക്കാൻ പറ്റുന്നില്ല, തടവുന്നു, തൂക്കുന്നു, അലറി വിളിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ പുള്ളിക്കാരത്തി അതിനൊപ്പം കമ്പയർ ചെയ്തൊരു കാര്യമാണ്, പുള്ളിക്കാരത്തി അപ്പം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പീരീഡ്സ് പെയിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പെൺകുട്ടി എങ്ങനെ ഒരു നോർമൽ ഡെലിവറിയുടെ പെയിൻ സഹിക്കും എന്നുള്ളത്. സോ with all due respect madam, I just wanted to point out something. നിങ്ങൾ നോർമൽ ഡെലിവറിയും പീരീഡ്സ് പെയിനിന് കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ മെൻസ്ട്രേഷൻ അഥവാ പീരീഡ്സ് ടൈം എന്ന് പറയുന്നത്, ആ മെൻസ്ട്രേഷന് മുന്നേ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ടൈപ്പ് ഓഫ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. 1 to 2 weeks മുന്നേ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രഗ്നൻസിയിലും സെയിം തന്നെയാണ് അണ്ടർഗോ ചെയ്യുന്നത്, ബോഡിയിൽ കുറേ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൽ ബോഡി റിയാക്ട് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് വേസിലായിരിക്കും. പീരീഡ്സിൻ്റെ കേസ് ഞാൻ പറയാം. പീരീഡ്സിൻ്റെ സമയത്ത് നമുക്കൊരു 1 to 2 weeks മുന്നേ നമ്മൾ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകും. അതായത് മെൻസ്ട്രേഷൻ ഒരു 1 to 2 weeks മുന്നേ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, ഹോർമോണൽ ചേഞ്ചസ് ആണ് ബോഡിയിൽ വരുന്നത്. ഓരോ മനുഷ്യന്മാർക്കും ഹോർമോണൽ ചേഞ്ചസിനോട് ബോഡി അഡാപ്റ്റ് ചെയ്യുന്നതും അതിനോട് റിയാക്ട് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആ ഒരു പ്രീ മെൻസ്ട്രേഷണൽ ടൈമിൽ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ ഹോർമോണൽ ചേഞ്ചസ് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് നമുക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാകും. അതായത് വയറിങ്ങനെ വീർത്തിങ്ങനെ നിൽക്കും, നമുക്ക് ഭയങ്കര ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടായിരിക്കും. ബ്രസ്റ്റിനകത്ത് കുറേ ചേഞ്ചസ് വരും, ബ്രസ്റ്റിൽ ടിങ്ക്ലിംഗ് സെൻസേഷൻ, പെയിൻഫുൾ ആയിരിക്കും, ഭയങ്കര ടെൻഡർ ആയിരിക്കും, ഇറിറ്റേഷൻ, നമുക്ക് ഇറിറ്റബിലിറ്റി ഭയങ്കരമായിരിക്കും, നമുക്ക് തൊട്ടേനെ പിടിച്ചതിനൊക്കെ കുറേ ദേഷ്യമൊക്കെ വരും. അപ്പോൾ ആൾക്കാർ പറയുന്നത്, എനിക്ക് പീരീഡ്സ് ഒന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ദേഷ്യം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ മൂഡ് സ്വിങ്സ് ഒക്കെ. ദ തിങ് ഈസ്, പീരീഡ്സിന് മുന്നേ തന്നെ ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയുടെ ഫിസിയോളജിയെ കുറേ മാറ്റം വരുന്നുണ്ട്. ഫിസിക്കലി മെൻ്റലി നമ്മുടെ ബോഡി കുറേ ബോഡി ചേഞ്ചസ് വരുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ പീരീഡ്സ് ടൈമിലെ വേദനയെക്കുറിച്ച് പറഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു, ഈ പീരീഡ്സിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെ ഒരു നോർമൽ ഡെലിവറിയുടെ പെയിൻ സഹിക്കും എന്നുള്ളത്. ഓക്കെ, നോർമൽ ഡെലിവറി 1, 2, 3 ഒക്കെ നോർമൽ ഡെലിവറി ചെയ്ത അമ്മമാർ പീരീഡ്സിൻ്റെ വേദന ഭയങ്കര വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. വേദന അവർക്ക് സഹിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് വേദന എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളുടെ പീരീഡ്സിൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഈ പീരീഡ്സ് ടൈമിലെ വേദന എന്ന് പറയുന്നത് കുറേ ഫാക്ടേഴ്സ് കാരണം. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ കാലത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമ്മയുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പെയിനൊന്നും ഉണ്ടായിരുന്നില്ല, പെയിനൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ഇങ്ങനെ ഇത്ര ഷോ ഓഫ് കാര്യങ്ങളൊക്കെയെന്ന്. ഒരു കാര്യം ചിന്തിക്കുക, ആ സമയത്ത് ഉള്ള ലൈഫ് സ്റ്റൈൽ അല്ല ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, അവരുടെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവരുടെ വർക്ക് എന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര സ്ട്രെസ്സുള്ള വർക്കായിരിക്കാം. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ചിലപ്പം ഫുഡ് തന്നെ ജങ്ക് ഫുഡ്സ്, പിന്നെ അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് അവൈലബിലിറ്റി ഉള്ള ഫുഡ് എന്ന് പറയുന്നത് മായം ചേർന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു ഫാക്ടറാണ് ഈ പീരീഡ്സിൻ്റെ പെയിൻ. ആ കാലവും ഈ കാലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതും ഒരു ഫാക്ടറാണ്. പിന്നെ ഈ പീരീഡ്സിൻ്റെ പെയിൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ചില ആൾക്കാർക്ക് പീരീഡ്സ് നന്നായിട്ട് വേദന വരും, പക്ഷേ അതിനനുസരിച്ചുള്ള ബ്ലഡ് ഫ്ലോ കാണത്തില്ല. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്കും മൈന്യൂട്ടായിട്ടാണ്, അതായത് നമുക്ക് ബ്ലഡ് ഫ്ലോ യൂട്രസിൽ നമുക്ക് ഈ പീരീഡ്സ് ബ്ലഡ് പുറത്ത് വരുന്നത് ചെറിയ എമൗണ്ട് ഓഫ് ബ്ലഡാണ് പുറത്ത് വരുന്നതെങ്കിൽ നമുക്ക് അത്രയും പ്രഷർ യൂട്രസിലോട്ട് ചെല്ലുകയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്
ഈ പീരിയഡ്സ് ടൈമിൽ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഒരു 1 വീക്ക് 2 വീക്കൊക്കെ മുന്നേ കുറേ കഫീനേറ്റഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർ, ആ കഫീൻ അല്ലാതെ കോഫി ടീ ഒക്കെ ഒത്തിരി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പീരിയഡ്സ് പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ വരും. പിന്നെയെന്ന് പറയുന്നത് എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ്, എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ PCOD ഉള്ള ആൾക്കാർ, ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാർ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുള്ള ആൾക്കാർ, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഓരോ ആൾക്കാരുടെയും പെയിനിനെ ടോളറേറ്റ് ചെയ്യുന്ന ആ ഒരു പെയിനിനെ ടോളറേറ്റ് ചെയ്യുന്ന വിധവും വ്യത്യാസമായിരിക്കും. പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ ആൾക്കാർക്കും വ്യത്യാസമായിരിക്കും. ചില ആൾക്കാർ പെയിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അത് അവരുടെ കുഴപ്പമില്ല, അവരുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അവർ പർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യുന്നതല്ല. അയ്യോ എനിക്ക് പീരീഡ്സാ, എനിക്ക് വേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് ധാര കോരണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആരും വന്നിട്ട് പറയുന്നതല്ല, അല്ലാതെ ആക്ട് ചെയ്യുന്നതല്ല. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അവർ ആ എക്സ്പ്ലിസിറ്റ് ചെയ്യുന്നത്, അത് പുറമേ വരുന്നത്. പിന്നെ എനിക്ക് തന്നെ അറിയാം, ബീങ് എ മെഡിക്കൽ പ്രൊഫഷണൽ, ഐ ഹാവ് കം അക്രോസ് വിത്ത് മെനി പേഷ്യൻസ് ഹൂ ഹാവ് എക്സ്പീരിയൻസ് വിത്ത് സച്ച് കൈൻഡ് ഓഫ് പെയിൻ. ഓക്കെ, ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വാർഡിലും കുറേ സ്ഥലത്തും കുറേ പേഷ്യൻസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ഐ ഹാവ് ലേൺഡ് മെനി തിങ്സ്. അപ്പോൾ നമ്മൾ ഈ പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ, പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് എന്നൊക്കെ പറയുന്നത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് വൈഡ് റേഞ്ച് ഓഫ് കാര്യങ്ങൾ തന്നെ നമുക്കത് പഠിക്കാനുണ്ട്. സോ നെവർ എവർ ജഡ്ജ് എനിബഡി എൽസസ് പെയിൻ വിത്ത് യോഴ്സ്. നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ പെയിൻ ഇല്ല എന്ന് പറയുന്നത് ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് പെയിൻ ഇല്ലെങ്കിൽ ഓക്കെ, യു ആർ ലക്കി ഇനഫ് ദാറ്റ് നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ വേദന വരുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പെയിൻ എന്ന് പറയുന്നത് അലറുന്നു, വിളിക്കുന്നു, കൂടെ ഉള്ളവർ തടകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യാൻ നിങ്ങളാരുമല്ല. ഓക്കെ, ബിഫോർ യു കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ പബ്ലിക് പ്ലാറ്റ്ഫോം ആൻഡ് സേ സംതിങ്, മേക്ക് ഷുവർ യു നോ വാട്ട് എക്സാക്ട്ലി തിങ്സ് ആർ. ഓക്കെ, എന്താണ് കാര്യങ്ങളെന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾക്ക് വേദനയില്ല, അപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്ന വേദന അഭിനയമാണ്, അല്ലെങ്കിൽ ഓവറാണ്, അല്ലെങ്കിൽ അവരുടെ പീരീഡ്സ് പെയിൻ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഡെലിവറി എങ്ങനെ കൺട്രോൾ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ജഡ്ജ് എനിബഡി. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് മാം, ഐ എം ടെല്ലിങ് യു, മേക്ക് ഷുവർ you think twice before you say something in front of a public platform. Make sure you don't hurt anybody, don't compare people's pain or don't judge anybody else's pain. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കത് കേട്ടപ്പം ഭയങ്കരമായിട്ട് എനിക്കത് നമ്മൾ ഈ പീരീഡ്സിൻ്റെ പെയിനും ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. കാരണം അത്രയും ഭയങ്കര സിവിയർ പെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പറയായിരിക്കുമോ ഡെലിവറി ഒക്കെ കഴിയുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. ഇല്ല, ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ളവർക്കും 2, 3 ഒക്കെ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് വരെ പീരീഡ്സ് നിങ്ങൾ ചോദിച്ചാൽ മതി. അവരുടെ ബോഡിയിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പക്ഷെ പലരും നമ്മുടെ സൊസൈറ്റിയിൽ അത് മനസ്സിലാക്കുന്നില്ല. ആ മൂഡ് സ്വിങ്സ് എന്താണെന്ന് അറിയുന്നില്ല. പീരീഡ്സിന് മുന്നേ അവർ കാണിക്കുന്ന മൂഡ് സ്വിങ്സിൻ്റെ റീസൺസ് ഇതൊക്കെയാണ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, ഹോർമോണൽ ചേഞ്ചസ് ഇൻ ദ ബോഡിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതെന്താ ചെയ്താലും, എനിക്കെന്താ ഇത് ചെയ്താലും, എനിക്ക് മാത്രമുള്ള വേദന വേറെ ആർക്കും വരാത്തതാണോ, എല്ലാ മാസവും വരുന്നതല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതിന് മുന്നേ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.